ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ച് കുറേ പ്രാവശ്യം എന്നെ വിളിച്ച്. ആ കുട്ടീൻ്റെ മെയിൻ വിഷയം എന്ന് പറയുകയാണെങ്കിൽ കുറേ ടൈം പഠിക്കുന്നുണ്ട്. കുറേ ടൈം പഠിച്ചിട്ടും അവർ വിചാരിച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ടെൻഷൻ വരിക. അപ്പോൾ ഞാൻ പ്രയാസങ്ങൾ കേട്ട സമയത്ത് വീട്ടിലെ എല്ലാ ആൾക്കാരും, വീട്ടിലെ മൊത്തം സന്തോഷമൊക്കെ പോയി, കുട്ടി പഠിക്കുന്നില്ല, ഉറക്കമില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ കാരണം പരിശോധിച്ച് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണമെന്നോ ഏത് വിഷയം ആദ്യം പഠിക്കണമെന്നോ ധാരണ കുട്ടിക്കില്ല. ഇത്തരം കേസുകൾ സംഭവിക്കുന്നത് കുട്ടി കുറേ സമയങ്ങൾ പഠിക്കും, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും, പരീക്ഷയ്ക്ക് അടുത്ത് വരും, കുട്ടിക്ക് മെൻ്റൽ സ്ട്രെസ് കൂടിയിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തും. ഇത്തരം കുട്ടികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത്തരം രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ്റെ ഒന്നാം ഘട്ടം കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടീൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക, കുട്ടീൻ്റെ കഴിവുകൾ മനസ്സിലാക്കുക, കുട്ടീൻ്റെ ഹാബിറ്റ്സുകൾ മനസ്സിലാക്കുക. അങ്ങനെ കൃത്യമായി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ, സ്റ്റഡി പ്ലാൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഡേ പ്ലാൻ വേണം, വീക്ക്ലി പ്ലാൻ വേണം. വീക്ക്ലി പ്ലാനിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. ഓരോ വീക്കിലും ആ പ്ലാൻ കൃത്യം അനലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആ പ്ലാൻ വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ ഒരു ബി പ്ലാൻ നമുക്ക് തയ്യാറാക്കി വെക്കണം. ബിയും വർക്ക് ചെയ്തില്ലെങ്കിൽ സി പ്ലാൻ തയ്യാറാക്കി വെക്കണം. അങ്ങനെ ഞാനൊരു പ്ലാൻ കുട്ടിക്ക് തയ്യാറാക്കി കൊടുത്തു. ആ തയ്യാറാക്കി കൊടുത്ത പ്ലാനാണിത്. പഠനം എഫക്റ്റീവായിട്ട് മാറുന്നുണ്ട്, സമയത്തെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാൻ എഫക്റ്റീവായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്.